നമസ്കാരം. ചില ആൾക്കാർ റൂമിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്നെ എല്ലാ അറ്റൻഷനും അട്രാക്ഷനും ഒക്കെ അവരുടെ നേരെ തിരിയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് പണമുണ്ടായാലും ലുക്ക് ഉണ്ടായാലും ഒന്നും അഫക്റ്റ് ചെയ്യുന്ന കാര്യമല്ല. ഇത് ആക്ച്വലി കുറച്ച് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് വഴിയാണ് ഈ ഒരു അട്രാക്റ്റീവ്നെസ് ഉണ്ടാവുന്നത്. ഇത് പുതിയ കാര്യങ്ങളൊന്നുമല്ല. പണ്ട് രാജാക്കന്മാർ അവർ പവർഫുള്ളായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ഈ കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് യൂസ് ചെയ്തിരുന്നു. അങ്ങനത്തെ 5 ടെക്നിക്സാണ് ഞാനിന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ആദ്യത്തേത്, എപ്പോഴാണ് പോസ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുന്നതാണ്. നമ്മളിൽ മിക്ക ആൾക്കാരും നെർവസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളുടെ സ്പീഡ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ പല ഫില്ലർ ശബ്ദങ്ങളും വാക്കുകളും ഒക്കെ യൂസ് ചെയ്യും. ആക്ച്വലി ഞാൻ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫില്ലർ വാക്കാണ് അപ്പോൾ ഇത് നമ്മൾ കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം. ഞാൻ അവിടെ പിന്നെയും യൂസ് ചെയ്ത് ഞാൻ എപ്പോഴാണ് റിയലൈസ് ചെയ്തത്. എനിവേസ്, ചാണക്യം പറഞ്ഞിട്ടുള്ളത് നമ്മളൊരു കാര്യം പറയുന്നതിന് മുന്നേ അത് 3 തവണ ആലോചിച്ചിട്ട് വേണം പറയാൻ എന്നുള്ളതാണ്. അതേപോലെ തന്നെ അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ ജനറൽസൊക്കെ പറയാറ്, അലക്സാണ്ടർ ഒരു ചോദ്യം ചോദിച്ചിട്ട് നമ്മളതിന് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ആ ആൻസർ കേട്ടിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 4-5 സെക്കൻഡ് വെയിറ്റ് ചെയ്യും, അത് മനസ്സിലാക്കാനും ആലോചിക്കാനും, എന്നിട്ടേ പിന്നീടൊരു ചോദ്യം ചോദിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ ആ പോസിലാണ് ഏറ്റവും സ്ട്രെങ്ത് ഉള്ളത്. അലക്സാണ്ടറിൻ്റെ സിനാരിയോയിൽ ആ ഒരു പോസ് ചെയ്യുന്ന സമയത്ത് അത് പറഞ്ഞിരുന്ന ആൻസർ ചെയ്തിരുന്ന ജനറൽ പ്രോബബ്ലി വേർക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, ഞാൻ പറഞ്ഞത് കറക്റ്റല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കള്ളമുണ്ടെങ്കിൽ അതൊക്കെ അവിടെ പുറത്തേക്ക് വരും. അപ്പോൾ മനസ്സിലാക്കുക, നമ്മൾ പറയുന്നതിനേക്കാളും പോസ് ചെയ്യുന്നതിലാണ് കാര്യം. രണ്ടാമതായിട്ട് സ്റ്റോറീസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് പല സിനാരിയോയിലും നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സും ഫാക്ട്സും ഒക്കെ യൂസ് ചെയ്തൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. ബട്ട് അതിനേക്കാളും മിക്ക സിനാരിയോസിലും എഫക്റ്റീവ് ആവുക ഒരു പേഴ്സണൽ സ്റ്റോറി അല്ലെങ്കിൽ നടന്ന ഒരു കാര്യം സ്റ്റോറിയുടെ രൂപത്തിൽ പറയുമ്പോഴാണ്. ഇതിൻ്റെ ഒരു മേജർ എക്സാമ്പിളാണ് അശോക ചക്രവർത്തി ഒരു വോർ കഴിഞ്ഞാൽ ആളുടെ വോറിനെ കുറിച്ച് ഇത്ര ആൾക്കാർ മരിച്ചു, ഇത്ര സ്ഥലം നമ്മൾ കയ്യേറി, ഇത്ര പണം നമ്മൾ നേടി എന്നുള്ളതല്ല ആളുടെ ആ കഥകളൊക്കെ കല്ലിൽ ചെത്തി വെച്ചത്. ആളുടെ പേഴ്സ്പെക്റ്റീവിൽ ആൾ കണ്ട കാര്യങ്ങളും നടന്ന കാര്യങ്ങളും ആളെ എങ്ങനെ എഫക്റ്റ് ചെയ്തു, അങ്ങനെ ഒരു കഥയുടെ രൂപത്തിലാണ് ആളുടെ വോർസിനെ കുറിച്ചൊക്കെ കല്ലിൽ കൊത്തി എഴുതിയത്. മൂന്നാമതായിട്ട് ആർട്ട് ഓഫ് പ്രസൻസ് ആണ്. ജൂലിയസ് സീസർ എന്ന് പറഞ്ഞ റോമൻ എംപറർ ആയിരുന്നു. അപ്പോൾ ആളെ എപ്പോഴും പല സൈഡിൽ നിന്ന് ആൾക്കാർ പല കാര്യങ്ങൾ പറയുകയും റിപ്പോർട്ട് ചെയ്യുകയും ആളുടെ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടാവും. ബട്ട് ആളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആളെപ്പോഴും സംസാരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആ ആൾക്ക് കംപ്ലീറ്റ് അറ്റൻഷൻ കൊടുക്കും. ബാക്കി എന്ത് കാര്യങ്ങൾ ചുറ്റുമുണ്ടെങ്കിലും ആൾ പറയുന്നത് കേൾക്കാനായിട്ടും ആൾ സംസാരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനുമായിട്ട് കംപ്ലീറ്റ് അറ്റൻഷൻ കൊടുക്കും. ഇതൊരു മോഡേൺ സിനാരിയോയിൽ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, പേഴ്സണലി എൻ്റെ കാര്യത്തിൽ ഞാൻ എൻ്റെ ബോസിൻ്റെ അടുത്ത് പല മീറ്റിങ്സിന് പോകുമ്പോൾ ഇടയ്ക്ക് അറിയാതെ എൻ്റെ വാച്ചിൽ നോക്കി പോകാറുണ്ട്. ഈ വാച്ചിൽ ഇപ്പം ഞാനത് നോട്ടിഫിക്കേഷൻസ് വളരെ മിനിമൈസ് ചെയ്തിരിക്കുകയാണ്. ബട്ട് പണ്ട് ഇതിൽ എപ്പോഴും ഓരോരോ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു മീറ്റിങ്ങിൽ ഞങ്ങൾ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഞാൻ വാച്ചിലേക്ക് എടുത്ത് നോക്കുമ്പോൾ ബോസ് വിചാരിച്ചത് അയ്യോ എനിക്ക് എന്തോ പോകാൻ സമയം, അല്ലെങ്കിൽ ഞാനത് കേൾക്കാൻ ഇൻട്രസ്റ്റഡ് അല്ല എന്നാണ് ഒരു മീറ്റിങ്ങിൽ വിചാരിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാനിതെല്ലാം വാച്ചിലെ നോട്ടിഫിക്കേഷൻസ് മാക്സിമം മിനിമൈസ് ചെയ്തു. ഇതേപോലെ തന്നെ നമ്മളൊരു ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോഴായിക്കോട്ടെ, ഏത് സിനാരിയോസിലായിക്കോട്ടെ, നമുക്ക് എപ്പോഴും നമ്മുടെ ഫോണിൽ നിന്ന് ഓരോ നോട്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ സ്മാർട്ട് വാച്ച്, ഇപ്പോൾ സ്മാർട്ട് ഐ വെയർ വരെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിൽ നിന്നും നമ്മുടെ അറ്റൻഷൻ വലിക്കാനായിട്ട് പല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് മിനിമൈസ് ചെയ്യുക. നമ്മൾ ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ആൾക്ക് ഫുൾ അറ്റൻഷൻ കൊടുക്കുമ്പോൾ അത് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നും, അവർക്ക് നമ്മുടെ അടുത്ത് കൂടുതൽ സംസാരിക്കാനും തോന്നും. ഇനി നാലാമതായിട്ടുള്ളത് വോയിസിൻ്റെ മോഡുലേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരേ വോയിസ് ലെവലിൽ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് ബോറിംഗ് ആയിട്ടും ഇത് മാറ്റി സ്കിപ്പ് ചെയ്ത് പോകാനായിട്ടും തോന്നും. അപ്പോൾ എപ്പോഴും നമ്മൾ ആ വോയിസിൻ്റെ മോഡുലേഷൻ വഴി നമുക്ക് ആൾക്കാരുടെ അറ്റൻഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻട്രസ്റ്റ് കീപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരേ വോയിസിൽ തന്നെ കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്ന് പെട്ടെന്നൊരു കാര്യം ഉറക്കെ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ കുറേ നേരം ഉറക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ
പെട്ടെന്നൊരു കാര്യം സൈലൻ്റായിട്ട് പറയുമ്പോൾ ഒക്കെ നമുക്ക് ആ ഒരു അറ്റൻഷൻ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വോയിസ് മോഡുലേഷൻ ക്ലിയർ ആയിട്ട് യൂസ് ചെയ്യുക. ഇനി ലാസ്റ്റ് പറയാൻ പോകുന്നതാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രീതി ടു ബി ആൻ അട്രാക്റ്റീവ് കമ്മ്യൂണിക്കേറ്റർ. നമ്മൾ സാധാരണ വിചാരിക്കുന്ന, അല്ലെങ്കിൽ ഈ വീഡിയോ ക്ലിക്ക് ചെയ്യുമ്പോഴും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവുക എങ്ങനെ സംസാരിക്കാം ടു ബി അട്രാക്റ്റീവ് എന്നുള്ളതാണ്. ബട്ട് പരമ്പരാഗതമായിട്ടുള്ള അറിവുകളും ഹാർവേഡ് സ്റ്റഡിയിൽ അത് പ്രൂവ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളതിനേക്കാളും എങ്ങനെ ലിസൺ ചെയ്യുന്നു ആൻഡ് എങ്ങനെ മറുപടി കൊടുക്കുന്നു എന്നുള്ളതിലാണ് അട്രാക്റ്റീവ്നെസ് വരിക. എന്ന് വെച്ചാൽ മറ്റൊരാൾ സംസാരിക്കുമ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് കേൾക്കേണ്ടതുണ്ട്. ആൻഡ് കേട്ടിട്ട് നിങ്ങൾ ചോദിക്കുന്ന ഫോളോ അപ്പ് ചോദ്യം നല്ലതാണെങ്കിൽ അതാണ് ഏറ്റവും അട്രാക്റ്റീവ് ആവുക ഇൻ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഈ 5 ടെക്നിക്സ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾ യൂസ് ചെയ്യുക ആൻഡ് ഡെഫിനറ്റ്ലി നിങ്ങളൊരു മോർ അട്രാക്റ്റീവ് സ്പീക്കർ ആൻഡ് കമ്മ്യൂണിക്കേറ്ററായി മാറും. ഈ സ്ക്രീനിൽ കാണുന്ന വീഡിയോ കൂടി കണ്ടു നോക്കുക, അതും പ്രോബബ്ലി നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ഓർ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നും. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.